പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലാണ് എന്നാണ് 2-3 ദിവസമായി നമ്മൾക്ക് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സുദീർഘകാലം ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ മഅദനി. 1988 ഈ ഉള്ളവൻ മഅദനിയെ കേൾക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു വിശദീകരണം കാസർഗോഡ് കുമ്പളയിൽ നടന്നപ്പോൾ അന്നത്തെ മുഖ്യ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അബ്ദുൽ നാസർ മഅദനി. അതിനുശേഷം 1990 നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് പരിപാടിയിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടൊപ്പം മുഖ്യപ്രഭാഷകനായി പങ്കെടുത്തതും അബ്ദുൽ നാസർ മഅദനിയാണ്. അതിനുശേഷം കാസർഗോഡ് ജില്ലയിലെ തന്നെ വീരിച്ചേരി, മനിഞ്ഞനോടി, തിരുക്കരിപ്പൂര്, പടന്ന എന്ന പ്രദേശങ്ങളിലൊക്കെ നടത്തിയ പ്രഭാഷണം പ്രൗഢമായിരുന്നു. അത് കേരളം മൊത്തം പ്രചരിച്ചിട്ടുള്ള പ്രഭാഷണമാണ്. 1985, 86, 87, 88 കാലം അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പഠിച്ച് 88 ഫൈലി ബിരുദം നേടിയ ഒരു ഫൈലി പണ്ഡിതനാണ്. ഇന്നത്തെ അബ്ദുൽ ഹമീദ് ഫൈലി, അമ്പലക്കടവ് അടക്കമുള്ളവർ അന്നത്തെ അദ്ദേഹത്തിന്റെ സഹപാഠികളാണ്. പ്രമുഖരായ പലരുമുണ്ട്. 1991 ശേഷമാണ് കേരളം മൊത്തം വിപ്ലവകാരിയായ അബ്ദുൽ നാസർ മഅദനിയെ പരിചയപ്പെടുന്നത്. അതിന് കാരണമായി തീർന്നത് ISS ഇസ്ലാമിക സേവക സംഘം എന്ന ഒരു സംഘടന. ആ സംഘടനയിൽ അദ്ദേഹം പ്രവർത്തിച്ചതാണ്. യഥാർത്ഥത്തിൽ ISS എന്ന ആ സംഘടന അബ്ദുൽ നാസർ മഅദനി നേരിട്ട് രൂപീകരിച്ച ഒരു സംഘടനയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രദേശത്ത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംഘടനയിൽ പിന്നീട് അദ്ദേഹത്തെ ചെയർമാനാക്കുകയായിരുന്നു. ആ സംഘടന അദ്ദേഹം ചെയർമാനായതോടുകൂടെ അങ്ങ് വളരുകയായിരുന്നു. അതിന് കാരണമായി തീർന്നത് അക്കാലത്താണ് PV ചെറിയാൻ എന്നൊരു മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരൂക്ഷമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകം കേരളത്തിലെ പല ഗവൺമെന്റ് കോളേജുകളിലും മറ്റും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ അതിശക്തമായി അബ്ദുൽ നാസർ മഅദനി പ്രതികരിച്ചു. ആ പ്രതികരിക്കാൻ വേണ്ടി ISS എന്ന വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ISS എന്ന അതിന്റെ വേദിയിൽ തന്നെ, അതിന്റെ പേരിൽ തന്നെ ഈ പുസ്തകത്തിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു. ഈ പ്രസംഗങ്ങളും പ്രതിഷേധങ്ങളും കേരളം മൊത്തം അറിയപ്പെട്ടു. അങ്ങനെയാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ISS അബ്ദുൽ നാസർ മഅദനി എന്നൊക്കെ അറിയാനായി തീർന്നത്. അതിനുശേഷം 1992 ആഗസ്റ്റ് മാസം 6-ാം തീയതി അദ്ദേഹത്തിന്റെ സ്ഥാപനമായ അൻവാറുശ്ശേരിയിലെ അൻവാറുൽ ഇസ്ലാം യതീംഖാന, അവിടെ വെള്ളിയാഴ്ച രാത്രി നടന്നു വരാറുള്ള നാരിയത്ത് സ്വലാത്ത് 4444 നാരിയത്ത് സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാത്രിയും അവിടെ നടക്കാറുണ്ട്. പതിവ് 1996 അങ്ങനെ ഒരു നാരിയത്ത് സ്വലാത്തിന്റെ സദസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ബോംബേറുണ്ടായത്. ആ ബോംബേറ് ആദ്യം അദ്ദേഹത്തിന്റെ നെഞ്ചിന് നേരെയും രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ശിരസ്സിന് നേരെയും. നെഞ്ചിന് നേരെ വന്ന ബോംബ് സൈദലവി എന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തട്ടി മാറ്റി. രണ്ടാമത് വന്നത് അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ, അബ്ദുൽ നാസർ മഅദനിയുടെ തൊപ്പിയിൽ തട്ടിയിട്ട് ആ തൊപ്പിയോടുകൂടെ ബോംബ് പൊട്ടിത്തെറിച്ചു. മൂന്നാമത്തെ ബോംബാണ് അദ്ദേഹത്തിന്റെ വലതുകാലിൽ മുട്ടിന്റെ താഴെ വന്നത്. അബോധാവസ്ഥനായ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ
പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വലതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. 1992 ആഗസ്റ്റ് 6-നാണത്. അതിനുശേഷം 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെയും ISSനൊക്കെ നിരോധിച്ചു. ആ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ അബ്ദുൽ നാസർ മഅദനി ISS പിരിച്ചുവിട്ടു. മഅദനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നീക്കങ്ങൾ നടന്നപ്പോൾ താൽക്കാലികമായി മാറി താമസിച്ചു. അവസാനം അദ്ദേഹം കീഴടങ്ങുകയുണ്ടായി. അദ്ദേഹം കീഴടങ്ങിയ അന്നത്തെ പത്രം, അദ്ദേഹത്തിന്റെ ഫോട്ടോവും പോലീസുകാരുമുള്ള ആ പത്രത്തിൽ അദ്ദേഹം പറയുന്നു, 1000 മസ്ജിദുകൾ തകർത്താലും ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരരുത് എന്ന് പ്രസംഗിച്ചിട്ടുള്ളവനാണ് ഞാൻ എന്നൊക്കെ അന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. അവൻ അബ്ദുൽ നാസർ മഅദനിയെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിന് ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം 1993 PDP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം രൂപകൽപ്പന നൽകി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി. അതിന് കാരണമായി തീർന്നത് അബ്ദുൽ നാസർ മഅദനിയുടെ, ഞാൻ പറഞ്ഞതുപോലെ 88 മുതൽക്ക് അദ്ദേഹം പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് കേവലം മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളിലെ തന്നെ പല ജാതീയതയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന പാവപ്പെട്ടവരുണ്ട്. ഇവർക്കൊക്കെ ISSന്റെ പ്രസംഗം, ISSന്റെ കാലത്ത് പ്രസംഗിച്ച പ്രസംഗങ്ങൾ അന്ന് ശ്രദ്ധിച്ചാലും അതിനുശേഷമുള്ള പ്രസംഗങ്ങളിലായാലും കേവലം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദിച്ച പ്രസംഗങ്ങളായിരുന്നില്ല അതൊന്നും. അതിൽ എല്ലാമുണ്ട്. അപ്പൊ ISS നിരോധിച്ച അദ്ദേഹം ജയിലിൽ കഴിയുന്ന ആ കാലത്ത് അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ചെന്ന് കാണുകയും നിങ്ങളുടെ ഈ പ്രവർത്തനം എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ ജനതയ്ക്കും ആവശ്യമാണ്, നിങ്ങളുടെ പ്രവർത്തനം എല്ലാവർക്കും വേണ്ടി ആക്കണം എന്ന ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അത് മാനിച്ചുകൊണ്ടാണ് ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർണർക്ക് അധികാരം, പീഡിതർക്ക് മോചനം എന്ന ഒരു മുദ്രാവാക്യവുമായി PDP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപകൽപ്പന നൽകി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടോ രാഷ്ട്രീയമായ ആശയങ്ങളോടോ പൂർണ്ണമായി യോജിക്കുന്നയാളല്ല ഞാൻ. അങ്ങനെ പലരും യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടാകും. അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. അബ്ദുൽ നാസർ മഅദനിന്റെ ഏറെക്കുറെ പ്രഭാഷണങ്ങൾ പല ISS കാലം മുതൽക്കേ കേട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ ഇകഴ്ത്തുന്ന രൂപത്തിലോ അമ്പലങ്ങളെയോ ചർച്ചുകളെയോ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലോ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണവും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ കൂട്ടത്തിൽ അതിശക്തമായ പ്രഭാഷണം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കേട്ടതിലുള്ളത് PV ചെറിയാനെതിരെ നടത്തിയ പ്രസംഗമാണ്. ആ PV ചെറിയാനെതിരെ അതിശക്തമായി തന്നെ അദ്ദേഹം കേരളത്തിലും മഹാരാഷ്ട്രയിലും ദുബായിലൊക്കെ പോയി പ്രസംഗിച്ചിട്ട് ആ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗമായിരുന്നു അതിശക്തമായ പ്രസംഗം.
പിന്നെ അത്രത്തോളം ഗൗരവത്തിൽ സംസാരിച്ച മറ്റു പ്രസംഗം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടാണ്. അതിലേതെങ്കിലും മതവിഭാഗത്തിനെ അധിക്ഷേപിക്കുകയോ ഏതെങ്കിലും ആരാധനാലയത്തിനെതിരെ ശബ്ദിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കേൾക്കാൻ കഴിയും. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളും അത് വളരെ ശക്തമായി പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അങ്ങനെ 1998 മാർച്ച് 31 പിറ്റേ ദിവസം ഏപ്രിൽ 1 ആ മാർച്ച് 31 അർദ്ധരാത്രിയാണ് അബ്ദുൽ നാസർ മഅ്ദനിയെ കസബ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കേസിന്റെ പേരും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് പിന്നീട് ഇതിന്റെ പിന്നിൽ ഏതെല്ലാം നാടകങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് കോയമ്പത്തൂർ കേസുമായി അബ്ദുൽ നാസർ മഅ്ദനിയെ ബന്ധിപ്പിച്ച് ഏകദേശം 9.5 വർഷം കോയമ്പത്തൂർ ജയിലിൽ അടക്കപ്പെട്ടത്. ആ 9.5 വർഷം അദ്ദേഹം തന്നെ ജയിലിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങി നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ച് പുറത്തിറങ്ങി തിരുവനന്തപുരത്ത് വെച്ച് ശംഖുമുഖത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് 4 വർഷം ഖബർ തുല്യമായ ജീവിതമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർത്തും അത് അദ്ദേഹം അനുഭവിച്ച ആ ഒരു അനുഭവം പറയാണ്. കോയമ്പത്തൂരിൽ നിന്ന് സേലം ജയിലിലേക്ക് മാറ്റാനുണ്ടായ കാരണം അവിടുത്തെ ഒരു വാർഡനുമായിട്ടുണ്ടായ ചെറിയ പ്രശ്നം. അംജദ് അലി എന്ന പേരുള്ള 15 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയെയും കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ കുട്ടി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅ്ദനിക്ക് ഒരു സഹായി എന്ന നിലക്ക് ആ കുട്ടിയെ, മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്ത് അകാരണമായി ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് മഅ്ദനിയോടൊപ്പം ജയിലിൽ അടിച്ചിരിക്കുകയാണ്. അപ്പൊ മഅ്ദനിക്ക് ഒരു സഹായി എന്ന നിലക്ക് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയും വാർഡനുമായിട്ടുണ്ടായ ചെറിയൊരു പ്രശ്നത്തിൽ അബ്ദുൽ നാസർ മഅ്ദനി ഇടപെട്ടു എന്ന നിലക്കാണ് ആ ജയിലിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് സേലം ജയിലിലേക്ക് അബ്ദുൽ നാസർ മഅ്ദനിയെ മാറ്റുന്നത്. 4.5 വർഷക്കാലം ഖബർ തുല്യമായ ആ ജീവിതം അദ്ദേഹം തന്നെ വളരെ നമ്മെ കരയിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അത് അനുഭവിച്ച അദ്ദേഹത്തിനെ അതറിയുകയുള്ളൂ. അദ്ദേഹം എത്ര അത് പറഞ്ഞാലും നമ്മൾ അത് അനുഭവിക്കാത്തത് കൊണ്ടത് നമുക്ക് മനസ്സിലാവില്ല. ആ രൂപത്തിൽ കഠിനമായ പീഡനങ്ങൾ അബ്ദുൽ നാസർ മഅ്ദനി സഹിച്ച് 9.5 വർഷം കഴിഞ്ഞ് നിരപരാധിയാണ് എന്ന് കോടതി തെളിയിച്ച് ആ കേസ് പിന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും അത് ശരിവെച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും കേരളത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘടനയുമായി മുന്നോട്ട് പോയി. അദ്ദേഹത്തിനെ വിടാൻ തയ്യാറായില്ല ശത്രുക്കൾ. അദ്ദേഹത്തെ വീണ്ടും കേസിൽ കുടുക്കി. ഇപ്പതാ ബാംഗ്ലൂർ കേസിൽ എത്ര വർഷം കഴിഞ്ഞു? 10-12 വർഷം അദ്ദേഹം ജയിലിന് തുല്യമായ വീട് തടങ്കലുമൊക്കെ ആയി കഴിഞ്ഞ് എല്ലാം നശിച്ച്, ആരോഗ്യം മുഴുവനും നശിച്ച് 110 കിലോ എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറയുന്നത്. ആ നിലക്കുള്ള ആരോഗ്യത്തോടെ, ആ ശരീരപുഷ്ടിയോടെ ജയിലിലേക്ക് പോയ അദ്ദേഹം 40 കിലോ തൂക്കവുമായിട്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വന്നത്. ഏതെല്ലാം അസുഖങ്ങൾ അദ്ദേഹം നേരിട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഏറെക്കുറെ ഇങ്ങനെ ജയിലിലായി. ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് കേരളത്തിൽ കഴിയുകയാണ് അബ്ദുൽ നാസർ മഅ്ദനി. വളരെ പ്രയാസകരമായ രോഗങ്ങൾ. അദ്ദേഹം തന്നെ അടുത്തു പറഞ്ഞത് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്നാണ്. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ.
വളരെ പ്രയാസം തോന്നുകയാണ്. എന്തിനാണ് അബ്ദുൽ നാസർ മഅദനിയെ ഇങ്ങനെ ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അബ്ദുൽ നാസർ മഅദനിയെ ഈ നിലക്ക് ശിക്ഷിച്ചത്? 9.5 വർഷവും 12 വർഷമൊക്കെ ജയിലിലടക്കാൻ മാത്രം അബ്ദുൽ നാസർ മഅദനി ചെയ്ത തെറ്റെന്തായിരുന്നു? എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? എന്തിന് അബ്ദുൽ നാസർ മഅദനിയെ ഈ നിലക്ക് പീഡിപ്പിച്ചു? അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ആസാമിന്റെ ഭിവണ്ടിയുടെ, ഗുജറാത്തിന്റെ ജംഷഡ്പൂരിന്റെ, വാരാണസിയുടെ, അലിഗറിന്റെ, അഹമ്മദാബാദിന്റെ, സൂറത്തിന്റെ, മീറത്തിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട മുസ്ലിം മക്കളെ പേപ്പട്ടികളെ പോലെ തല്ലിച്ചതച്ചപ്പോൾ സൂറത്തിന്റെ തെരുവീതികളിലൂടെ മുസ്ലിം വീടുകളിൽ കയറി ഗർഭിണികളായ മുസ്ലിം സ്ത്രീകളെ വീടുകളിൽ നിന്ന് പിടിച്ചു വലിച്ച് നടുറോട്ടിലിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ കരങ്ങളിലുള്ള കൂർത്തുമൂർത്ത ബയനറ്റ് കൊണ്ട് പള്ളയിൽ കുത്തി പള്ളക്കകത്ത് കിടക്കുന്ന പിഞ്ചു കുഞ്ഞിയെ ബൂട്സിട്ട കാലുകൊണ്ട് ചവിട്ടിക്കൊന്നപ്പോൾ ഇതൊക്കെ അറിഞ്ഞും കേട്ടും പൊട്ടിക്കരയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? 450 കൊല്ലം മുസ്ലിങ്ങൾ സുജൂദ് ചെയ്തിരുന്ന ബാബരി മസ്ജിദിന്റെ മുന്നിലേക്ക് ആയിരക്കണക്കിന് ഫാസിസ്റ്റ് ശക്തികൾ ആനയിച്ചുകൊണ്ട് മസ്ജിദ് ഗിരാവോ, മന്ദിർ ബനാവോ, ബാബർ കി ഔലാദ് കോ പാകിസ്ഥാൻ ഭഗാവോ എന്ന മുദ്രാവാക്യം വിളിച്ച് ബാബരി മസ്ജിദിന്റെ മുനാരങ്ങളെ ഒന്നൊന്നായി തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അരുത് എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട അവർണജന വിഭാഗത്തിന് വേണ്ടി ശബ്ദിച്ചതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? എന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു പോകരുത് എന്ന് ഉദ്ഘോഷിക്കുന്ന നമ്മളുടെ രാജ്യത്ത്, മതേതര ജനാധിപത്യ രാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യന് ഈ നിലക്കുള്ള പീഡനം സഹിക്കേണ്ട വന്നെങ്കിൽ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? അബ്ദുൽ നാസർ മഅദനിയെ താൽക്കാലികമായി ഒതുക്കിക്കളയാനാണ് സമുദായത്തിലെ ചില ആളുകൾ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അവർ ഈ രൂപത്തിൽ നീണ്ടുപോകുമെന്ന് വിചാരിച്ചവരല്ല. താൽക്കാലികമായി അദ്ദേഹത്തിനെ നമുക്ക് ഒതുക്കണം എന്ന് വിചാരിച്ച് ചില ആളുകൾ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി ആദ്യം പരിശ്രമിച്ചു. അത് പരിശ്രമിച്ചപ്പോൾ ഇവിടുത്തെ സംഘപരിവാറിന്റെ ആളുകൾ, സംഘപരിവാറിന്റെ സന്തതികൾ ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തീർത്തും ഇല്ലാതാക്കുവാനാണ് ശ്രമിച്ചത്. പക്ഷെ റബ്ബിന്റെ കോടതിയുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് റബ്ബിന്റെ കോടതിയുണ്ട്. ആ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഅദനി എപ്പോഴും പറയാറുള്ളത് പോലെ അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ, കലേ കൂട്ടി അള്ളാഹു തആല ഇറാദത്ത് ചെയ്തതല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ നിശ്ചയം അങ്ങനെയാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും ആ മുള്ളു തറക്കൽ കൊണ്ട് അവന്റെ എല്ലാ ദോഷങ്ങളെയും മാപ്പാക്കി കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മഅദനി എന്ന വിശ്വാസി ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒന്നുമല്ലാതാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഉമർ മുഖ്താറും സലാഹുദ്ദീൻ അയ്യൂബി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയ, ഇവരൊക്കെ വർഷങ്ങളോളം കണ്ണീരിൽ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ആ പ്രവർത്തിച്ച ആളുകളെ തീർച്ചയായും റബ്ബിന്റെ കോടതിയിൽ വെളിവാക്കപ്പെടും. അബ്ദുൽ നാസർ മഅദനി സഹിച്ചതിനും, ഭാര്യ സഹിച്ചതിനും, മക്കൾ സഹിക്കേണ്ട വന്നതിനും അല്ലാഹു തആല പ്രതിഫലം നൽകുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ കെടിവലകൾ വിരിച്ച ആളുകൾക്ക് റബ്ബിന്റെ കോടതിയിൽ അനുഭവങ്ങൾ ഉണ്ടാകും, ശിക്ഷയുണ്ടാകുമെന്ന് നമ്മൾ മറന്നു പോകരുത്. റബ്ബിന്റെ കോടതിയിൽ വിധി വരും. ഹാക്കിമായ റബ്ബിന്റെ വിധി. അവിടെ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, തന്ത്രങ്ങൾ മെനയാൻ കഴിയില്ല, കൈകൂലി കൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ല, അധികാരം കൊണ്ട് നേടാൻ കഴിയില്ല. ഒന്നും കഴിയാത്ത ആ കോടതിയിൽ ഹാക്കിം റബ്ബാണ്.
ആ റബ്ബ് വിധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ചില ആളുകളുടെ മുഖം പ്രകാശിക്കും. അബ്ദുൽ നാസർ മഅദനിയെ പോലെയുള്ള ജീവിതത്തിൽ പീഡനങ്ങൾ ശത്രുക്കളാൽ നേരിടേണ്ട വന്ന് ജീവിതം മുഴുവനും ജയിലുകളിലും അതുപോലെ തന്നെ പീഡനങ്ങൾ അനുഭവിച്ചും കഷ്ടപ്പാടുകൾ സഹിച്ചും ജീവിക്കേണ്ട വന്ന ആളുകൾക്ക് അവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ലഭിക്കുമ്പോൾ, ആ വിധി വരുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ മുഖം കറുത്തിരുണ്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ അത് കേൾക്കുമ്പോൾ, ആ വിധി കേട്ട് മുഖം കറുത്തു പോകുന്ന ആളുകൾ, ആ കോടതിയിലെ വിധി വരുമ്പോൾ മുഖം വെളുക്കുന്നവരും മുഖം കറുക്കുന്നവരും. വിശ്വാസി എപ്പോഴും ആലോചിക്കണം, താൽക്കാലികമായി ഒതുക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ കൈയിൽ നിന്ന് വിട്ടുപോയതാണ്. ഈ താൽക്കാലിക നിങ്ങളുടെ ഒതുക്കാനുള്ള ശ്രമമാണ് അബ്ദുൽ നാസർ മഅദനിയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. കഷ്ടപ്പാടുകൾ സഹിക്കുന്ന സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ താൻ വർഷങ്ങളോളം 9.5 വർഷവും 12 വർഷത്തോളം ഒക്കെ ജയിലിൽ കഴിയേണ്ടി വന്നത്, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്, രോഗം കൊണ്ട്, രോഗമാണ് അദ്ദേഹത്തിന്, മാരകമായ രോഗങ്ങളാണ് അദ്ദേഹത്തിന് ജയിൽ ജീവിതം സമ്മാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ സഹിക്കേണ്ടത് വന്നത് അദ്ദേഹത്തിന്റെയോ കുടുംബത്തിന്റെയോ ജീവിതത്തിന്റെ സുഖകരമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആ ജീവിത യാത്രക്കിടയിലല്ല. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ നൽകിയതാണ്. ഇതിന് തീർച്ചയായും അല്ലാഹു തആല അതിനൊത്ത മുന്തിയ ജസ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട മഅദനി, ഇന്നലെ താങ്കളെ വിമർശിക്കപ്പെട്ടു, മിനിഞ്ഞാന്നും താങ്കളെ വിമർശിക്കപ്പെട്ടു, ഇന്നും താങ്കളെ വിമർശിക്കപ്പെട്ടു. പക്ഷേ നാളെ ഒരു പുതിയ തലമുറ ഈ ലോകത്ത് വരും. അന്ന് നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും. അന്ന് തീർച്ചയായും നിങ്ങളെ വാഴ്ത്തപ്പെടും, നിങ്ങൾ വാഴ്ത്തപ്പെടുന്നവരായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ വിപ്ലവകാരികളുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്.